പേര് ജാൻവി ബിജു. അമൃത വിദ്യാലയത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ രാമായണത്തിലെ സഹോദര്യത്തെ കുറിച്ച് ഏതാനും വാക്കുകളാണ് സംസാരിക്കുവാനായി പോകുന്നത്. സഹോദരൻ എന്നാൽ സഹ ഉദരൻ എന്നാണല്ലോ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നത് കൊണ്ടാണ് ഈ വാക്കുണ്ടായത് എന്ന് ഈ വാക്ക് ഉപയോഗിക്കുന്നവർ ഓർക്കാറുണ്ടോ? ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും ജഗജ്ജനനിയുടെ ഉദരത്തിൽ പിറന്നവരാണ് നാം എല്ലാം. ആ ചിന്തയോടെ ജീവിക്കുക എന്നതാണ് പ്രധാനം. പഞ്ചഭൂതാത്മകമിതം ശരീരം എന്നാണല്ലോ. പഞ്ചഭൂതങ്ങളായ ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം എന്നിവയാലാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇവയിൽ ഏതൊന്ന് മലിനപ്പെട്ടാലും നമ്മുടെ ശരീരവും മലിനപ്പെടും. നാം പ്രകൃതിയുടെ ഗർഭപാത്രത്തെ മാനിക്കുക. കൈകേയിയെ ഭർഷിച്ച് അച്ഛന്റെ മരണാനന്തര കർമ്മങ്ങളും നടത്തി ജടാവൽക്കരധാരിയായി രാമന് കൂട്ടിക്കൊണ്ടുവരാൻ വനത്തിലേക്ക് പോകുന്ന ഭരതൻ സഹോദര സ്നേഹത്തിന്റെ മകുടോദാഹരണമാണ്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ വിട്ട് രാമനൊപ്പം വനത്തിലേക്ക് പോകുന്ന ലക്ഷ്മണനിലും സഹോദര സ്നേഹം ദർശിക്കുവാൻ കഴിയുന്നതാണ്. ഒരിഞ്ചു മണ്ണിന് വേണ്ടി സ്വന്തം സഹോദരനോട് കലഹിക്കുകയും ജീവിതകാലം മുഴുവൻ കേസ് നടത്തുകയും അതുവഴി രോഗിയായി തീരുകയും ചെയ്യുന്ന ഈ 21ാം നൂറ്റാണ്ടിലെ മനുഷ്യനോട് രാമായണം പറയുന്നു, ഭരതനെ പോലെയാകുക. അർഹതയില്ലാത്തത് വേണ്ടെന്ന് വെക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ പോലെ നമുക്കെല്ലാം സഹോദര ഭാവേന ജീവിക്കാൻ ഇടവരട്ടെ. അതിനാകട്ടെ ഈ രാമായണ പാരായണം. നന്ദി, നമസ്കാരം.